Morning. Here I am trying to introduce what is data mining. As in the figure shows, data mining is machine learning, statistics and database system അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ ഒരു എല്ലാ രീതികളും ഉൾക്കൊള്ളുന്ന വലിയ ഒരു ഡേറ്റാ സെറ്റുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡേറ്റാ സെറ്റുകളിൽ നിന്നും പാറ്റേണുകളെ കണ്ടെത്തുക എന്ന പ്രക്രിയയാണ് ഡേറ്റ മൈനിങ്. ഒരു ഡേറ്റാ സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ബുദ്ധിപരമായ രീതികൾ ഉപയോഗിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്യാനും കൂടുതൽ ഉപയോഗത്തിനായി വിവരങ്ങൾ മനസ്സിലാക്കുന്ന ഘടനയിലേക്ക് അതിനെ മാറ്റാനുമുള്ള ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്ന ഡേറ്റ മൈനിങ് എന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഒരു ഇൻ്റർ സബ് ഫീൽഡ് ആണ്. ഡേറ്റ മൈനിങ് എന്നത് വലിയ അളവിലുള്ള ഡേറ്റയിൽ നിന്ന് അറിവ് വേർതിരിച്ചെടുക്കുന്നതിനോ അഥവാ വേർതിരിച്ചെടുക്കുന്നതിനോ ഡേറ്റ മൈനിങ് ചെയ്യുന്നതിനോ ആണ്. വലിയ അളവിലുള്ള ഡേറ്റയിൽ നിന്ന് മൈനിങ്ങിന് പ്രാധാന്യം നൽകുന്ന KDD അഥവാ നോളജ് ഡിസ്കവറി എന്നാണ് ഡേറ്റ മൈനിങ് കൂടുതൽ ഉചിതമായി പേര് നൽകേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റാബേസ് സിസ്റ്റം എന്നിവയുടെ രീതികൾ ഉൾക്കൊള്ളുന്ന വലിയ ഡേറ്റാ സെറ്റുകളിൽ പാറ്റേണുകൾ കണ്ടെത്തുന്നതിനുള്ള കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സാണ് ശരിക്കും ഡേറ്റ മൈനിങ്. ഒരു ഡേറ്റാ സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് കൂടുതൽ ഉപയോഗത്തിനായി മനസ്സിലാക്കാവുന്ന ഘടനയിലേക്ക് മാറ്റുക എന്നതാണ് ഡേറ്റ മൈനിങ് പ്രക്രിയയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം. ഡേറ്റയിലെ പാറ്റേണുകൾ കണ്ടെത്തുന്ന പ്രക്രിയയാണ് ഡേറ്റ മൈനിങ് എന്നാണ് അതിന് നിർവചനം കൊടുത്തേക്കുന്നത്. പ്രക്രിയ യാന്ത്രികം അഥവാ സാധാരണയായി സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും. കണ്ടെത്തിയ പാറ്റേണുകൾ അർത്ഥവത്തായതായിരിക്കണം. അവ ചില നേട്ടങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കണം. സാധാരണയായിട്ട് സാമ്പത്തികമായ നേട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ ഗണ്യമായ അളവിൽ സ്ഥിരമായി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റ മൈനിങ്ങിൻ്റെ ഉപയോഗം നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ്. രസകരമായ, നിസ്സാരമല്ലാത്ത, സ്പഷ്ടമായ, മുമ്പ് അജ്ഞാതവും എന്നാൽ ഇപ്പോൾ ഉപയോഗപ്രദവുമായ പാറ്റേണുകൾ അല്ലെങ്കിൽ വലിയ അളവിലുള്ള ഡേറ്റയിൽ നിന്നുള്ള അവയിലുള്ള ഇൻഫോർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് ഡേറ്റ മൈനിങ്. പാറ്റേണുകളുടെ യാന്ത്രികത കണ്ടെത്തൽ, സാധ്യതയുള്ള ഫലങ്ങളുടെ നിർവചനം, പ്രവർത്തനക്ഷമമായ വിവരങ്ങളുടെ സൃഷ്ടി, വലിയ ഡേറ്റാ സെറ്റുകളിലും ഡേറ്റാബേസുകളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് ഡേറ്റ മൈനിങ്ങിൻ്റെ പ്രധാന സവിശേഷതകൾ. But data mining is defined as data mining is the use of efficient techniques for the analysis of very large collection of data and the extraction of useful and possibly unexpected patterns in the data. Data mining is the analysis step of the knowledge discovery databases process or KDD. അതുകൊണ്ട് തന്നെ ഡേറ്റ മൈനിങ്ങിനെ നോളജ് എക്സ്ട്രാക്ഷൻ എന്നോ ഡേറ്റ ഓർ പാറ്റേൺ അനാലിസിസ് എന്നോ ഡേറ്റ ആർക്കിയോളജി എന്നോ ഡേറ്റ ഡ്രഡ്ജിങ് എന്നോ ഇൻഫർമേഷൻ ഹാർവെസ്റ്റിംഗ് എന്നോ ബിസിനസ് ഇൻ്റലിജൻസ് എന്നൊക്കെ വിളിക്കാം. ഡേറ്റ മൈനിങ്ങിൻ്റെ ലക്ഷ്യം വലിയ അളവിലുള്ള ഡേറ്റയിൽ നിന്ന് പാറ്റേണുകളും അറിവും വേർതിരിച്ചെടുക്കുകയാണ്, അല്ലാതെ ഡേറ്റയുടെ എക്സ്ട്രാക്ഷൻ അല്ല. ഡേറ്റ മൈനിങ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ആളുകൾ കരുതുന്നത് അതിൽ ഡേറ്റ പ്രോസസ്സിംഗ് മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ അത് കൂടുതലായാണ് ഉൾക്കൊള്ളുന്നത്. അതായത് ഏത് നൂതന ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കൂടെ ഉൾപ്പെടുമ്പോൾ മാത്രമേ ഡേറ്റ പ്രോസസ്സിംഗ് ഡേറ്റ മൈനിങ് ആയി മാറുകയുള്ളൂ. ദാറ്റ് ഈസ് സിമ്പിളായി നിങ്ങൾ ഗൂഗിളിലോ ആമസോണിലോ സെർച്ച് ചെയ്യുകയോ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്താൽ അത് ഡേറ്റ മൈനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. വാട്ട് ഈസ് എ ഡേറ്റ മൈനിങ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ഡേറ്റ മൈനിങ്? ലുക്കിംഗ് അപ്പ് എ ഫോൺ നമ്പർ ഇൻ ഫോൺ ഡയറക്ടറി, അത് ഡേറ്റ മൈനിങ് അല്ല. ബട്ട്
Certain names are more prevalent in certain locations. That is, നിങ്ങൾ ഗൂഗിൾ ഈ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ is more prevalent in the location. So that is data mining. A web search engine for information about Amazon. You just search Amazon. That's not data mining, but group together similar documents returned by search engine according to their context. Context അനുസരിച്ച് ഗൂഗിൾ തരുന്ന റിസൾട്ട്സ് ഉണ്ടല്ലോ, that result will be a data mining process. Why do we need data mining? എന്തിനാണ് നമുക്ക് ഡേറ്റ മൈനിങ് ആവശ്യമായിട്ടുള്ളത്? റിയലി huge amount of raw data are available in the world, in the digital world. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, മൊബൈൽ ഡിവൈസസ്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ്, വെബ് ഡോക്യുമെൻറ്റ്സ്, ഫേസ്ബുക്ക് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ്, ബ്ലോഗ്സ്, യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റ്സ്, നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, സെൻസർ ഡേറ്റ, സർവൈലൻസ് ഡേറ്റ, ക്യൂറേസ്, ക്ലിക്സ്, ബ്രൗസിംഗ്, പർച്ചേസ്, ബാങ്ക് കാർഡ് ട്രാൻസാക്ഷൻസ്, ഇങ്ങനെ ഒരുപാട് ഡേറ്റകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ദേ ആർ വെരി ഹ്യൂജ് ഇൻ amount ടു. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റാസിനെ അവയെല്ലാം റോ ഡേറ്റകളാണ്. അപ്പോൾ ആ ഡേറ്റകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സാധാരണ മെഷീൻ ലേണിംഗ് കൊണ്ട് മാത്രം പറ്റില്ല. സോ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നത്? ഡേറ്റ മൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. Cheap and more powerful storage has made possible to maintain this data using computers. കമ്പ്യൂട്ടറുകളുടെ ഉപയോഗത്തിൽ നമുക്ക് വളരെ ചെറിയ ചിലവ് കുറഞ്ഞ രീതിയിൽ, എന്നാൽ എപ്പോൾ വേണമെങ്കിലും റിട്രീവ് ചെയ്തെടുക്കത്തക്ക രീതിയിൽ നമുക്ക് ഈ ഡേറ്റകളെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു, ആൻഡ് അനലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു ചെറിയ ലളിതമായ ഉദാഹരണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു സ്നാക്സ് വിൽക്കുന്ന കമ്പനിയുടെ ഉടമയാണെന്ന് കരുതാം. എൻ്റെ കമ്പനിക്ക് നല്ല സെയിലുള്ള കമ്പനിയാണ്. എൻ്റെ ബിസിനസ് വിപുലീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനായി എൻ്റെ നിലവിലുള്ള കൺസ്യൂമേഴ്സിനെ കുറിച്ച് എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടണം. ദാറ്റ് ഈസ്, അവർ ഏത് വിഭാഗക്കാരാണ്, വരുമാന വിഭാഗം എന്താണ്, പ്രായപരിധി എന്താണ്, ഏത് പ്രദേശത്താണ്, ഓരോ പ്രദേശത്തും എത്ര വിൽപ്പനയുണ്ട് എന്നീ കുറേ ഇൻഫർമേഷൻസ് എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ പരസ്യത്തിനും പുതിയ ഉൽപ്പന്നത്തിനുമായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസ് രീതികളും ഞാൻ പഠിക്കേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ആദ്യ ഘട്ടം എന്ന നിലയിൽ എനിക്ക് ഡേറ്റ ആവശ്യമാണ്. അതിനായി ഞാൻ എൻ്റെ സെയിൽസ് ഏജൻറ്റുമാർക്ക് ഷോപ്പ് ഉടമകളിൽ നിന്നും സ്നാക്സ് വാങ്ങിയ പ്രായപരിധി, ഉപഭോക്താവ്, ഉപഭോക്താവ് എൻ്റെ സ്നാക്സുകൾ വാങ്ങിയതിൻ്റെ കൂടെ എന്തെല്ലാമാണ് വാങ്ങിയത്, അത് തന്നെ ഏത് ടൈപ്പാണ് വാങ്ങിയത്, ഏത് പ്രായക്കാർ, അങ്ങനെ കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊരു ഫോർമാറ്റ് നൽകുന്നു. എനിക്ക് ഈ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം എൻ്റെ എല്ലാ സെയിൽസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് ധാരാളം ഡേറ്റയുണ്ട്. ഈ വലിയ ഡേറ്റാബേസിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കാൻ എനിക്ക് വിശകലനത്തിൻ്റെ ആവശ്യമുണ്ട്. ഡേറ്റ മൈനിങ് ചെയ്തതിന് ശേഷം 12-25 വയസ്സ് പ്രായമുള്ളവർക്ക് കോക്കിനൊപ്പം എൻ്റെ സ്നാക്സ് വാങ്ങുന്നതായും, ജ്യൂസുകൾ ഉപയോഗിച്ച് 20-30 വയസ്സുള്ളവർ എൻ്റെ സ്നാക്സുകളുടെ വാങ്ങിച്ചതായും എനിക്ക് വിവരം ലഭിക്കുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് എൻ്റെ പരസ്യതന്ത്രവും വിപണിയിലെ ഉൽപ്പന്നത്തിൻ്റെ പ്ലേസ്മെൻറ്റും എനിക്ക് പരിഷ്കരിക്കാനാകും. ദാറ്റ് ഈസ്, ബിസിനസ്സുകളിൽ ഓഫറുകളോടുള്ള ഒരാളുടെ ഉപഭോക്തൃ പെരുമാറ്റത്തെക്കുറിച്ച് അറിവ് കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രധാന പ്രോസസ്സായി ഡേറ്റ മൈനിങ്ങിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബിസിനസ് വിജയത്തിന് സുപ്രധാനമായ അളവിലുള്ള അജ്ഞാതമായ വിശ്വസനീയമായ പാറ്റേണുകൾ ഇത് നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ മൈനിങ് ഉപയോഗിക്കാൻ പറ്റിയ മറ്റു ഫീൽഡുകളാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ്, ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഡേറ്റ മൈനിങ് ആപ്ലിക്കേഷൻ ഇൻ സെയിൽസ്? Data mining is the process of extracting unknown patterns from a database with help in planning, organizing, managing, and launching new market in a cost-effective way. Data mining plays an important role in the market basket analysis. It gives information relevant to item sets that are purchased together, their sequence,
And when they were bought, this information helps business encouragement and make it most profitable. When comes to the application in the banking or finance, when comes to the banking and finance, there are numerous fields in which data mining can be used, like banking sector for credit card analysis, fraudulent transactions, customer segmentation and profitability, optimizing stock portfolio, predicting payment international defaults, ranking investment, marketing, high risk loan applicants, cash management and forecasting operations, and most profitable credit card customers and cross-selling. When comes to the healthcare or insurance industry growth is completely depends on the ability of transforming data into information regarding customers, competitors and its market. The insurance industry has implemented the data mining successfully and achieved tremendous competitive advantages. That is, when it comes to the data mining for retail industry assembles huge amount of data related to sales, customers, history of shopping. Retail data mining helps for analyzing client behavior, client patterns of shopping, trends, which increases the quality of client service, enhance thing consumption ratios, and design more effective good transportation and distribution policies, achieve better customer retention and satisfaction, and to minimize the cost of business. When it comes to telecommunication industries generally generate and store large amount of high quality data, having a very large customer base and operate in rapidly changing and highly competitive environment. And similarly, data mining can also apply to higher education, instruction detection, etc. Why data mining? The large amount of data can be more powerful than a complex algorithms and models. For example, misspellings. Google has solved many natural language processing. That is, natural language processing is the computer use ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. ദാറ്റ് ഇസ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഗൂഗിൾ ലാംഗ്വേജസ് ആണ്. സോ അത് ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡീൽ ചെയ്യുക എന്നുള്ളത്. ഡേറ്റ ഈസ് പവറാണ്. ദാറ്റ് ഈസ് അത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഓരോ ഇൻഫോർമേഷനും ദാറ്റ് മച്ച് വർത്തി. സോ അതിനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ വളരെ ഇതാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എന്തെല്ലാം ലൈക്ക് ചെയ്തു, ഡിസ്ലൈക്ക് ചെയ്തു എന്നുള്ളത് ഫേസ്ബുക്ക് ഓണേഴ്സിന് കാണാൻ പറ്റും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവർക്ക് തരാനും അതുമായി റിലേറ്റ് ചെയ്തുള്ള ആഡുകൾ, അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യാനും അവരെ സഹായിക്കുന്നുണ്ട്. ഡേറ്റ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് അറ്റ് എനോർമസ് സ്പീഡാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് അതിനുള്ള എക്സാമ്പിൾസാണ് റിമോട്ട് സെൻസർ, സാറ്റലൈറ്റുകൾ, ടെലിസ്കോപ്പുകൾ. ഇതൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ ഡേറ്റ കളക്ട് ചെയ്യേണ്ട ആൻഡ് അത്രയും മാത്രം ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. സോ അവയെല്ലാം ഡേറ്റ മൈനിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ട്രഡീഷണൽ ടെക്നിക്സ് ഫോർ ഇൻഫീസിബിൾ റോ ഡേറ്റ ആൻഡ് ഡേറ്റ മൈനിങ് ഇസ് ഹൈപ്പോത്തസിസ് ഫോർമേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ സയൻറ്റിസ്റ്റുകളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഡേറ്റ മൈനിങ് ആണ്. ദീസ് ആർ സം എക്സാമ്പിൾസ്. ട്രാൻസാക്ഷൻ ഡേറ്റ ആൻഡ് ദിസ് ജസ്റ്റ് ഗോ ത്രൂ ദ സ്ലൈഡ്സ്. This is example for a document data, that is network data. This is a genomic data sequence, and this is explaining a environmental data. This is a behavioral data. And why I showed this type of data, that is, these all are not unique. Each one differs in their own ways. This shows that the application of big data analytic, and that means data mining in the different fields as shown in the figures. So what is a data? അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങളെല്ലാവരും തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഡേറ്റ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇൻഫോർമേഷനാണ്. ഇവിടെ വരുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവാം, അവരുടെ ആട്രിബ്യൂട്ട്സും ഉണ്ടാവാം. സോ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ഇവിടുത്തെ ഡേറ്റ ഉണ്ടാവുക. അതായത് ഒബ്ജക്ട്സ് വിൽ ബി ഇൻഫിനിറ്റ്, ഒരുപാടെണ്ണം ഉണ്ടാകാം. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സും അതേപോലെ തന്നെ ഒരുപാടുണ്ടാകാം.
നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സ് രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യാം. ഒന്ന് കാറ്റഗോറിക്കലും ന്യൂമറിക്കൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ സ്കെയിലിംഗ് ടെക്നിക്സ് പഠിച്ചപ്പോൾ നോമിനൽ സ്കെയിൽസും പഠിച്ചു, ഓർഡിനൽ സ്കെയിൽസും വെച്ചു. ഇത് രണ്ടും കാറ്റഗോറിക്കലാണ്. ദാറ്റ് ഇസ് ഐ കളർ, സിപ്പ് കോഡ്സ് എന്നിവയൊക്കെ നമുക്ക് എന്തിൽ ഉപയോഗിക്കാം? കാറ്റഗോറിക്കലാണ്. ഇവയെല്ലാം നമുക്ക് എന്തിൽ ഉപയോഗിക്കാൻ പറ്റും? ദിസ് വൺ. വെൻ കംസ് ടു ന്യൂമറിക്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡിസ്ക്രീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ബൈനറി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസും കൂടെ നമ്മൾ എടുക്കാറുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് ന്യൂമറിക് ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂമറിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. കാറ്റഗോറിക്കൽ ഡാറ്റ അറിയാം. സെറ്റ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി വെക്റ്റർ കൗണ്ട്സ്, എണ്ണമായി മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡേറ്റയാണ് സെറ്റ് ഡേറ്റ. ഓർഡേർഡ് സീക്വൻസ്, ടൈം സീരീസ് ഡേറ്റ. ടൈം സീരീസ് ഡേറ്റയുടെ പ്രത്യേകത എന്താണ്? ആ ഡേറ്റയുടെ ഓർഡർ ഒരിക്കലും മാറാൻ പാടില്ല. സോ അങ്ങനെയുള്ള ഡേറ്റകളാണ് ഓർഡേർഡ് സീക്വൻസ്. ഗ്രാഫ് ഡേറ്റ, ചില ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നത് ഗ്രാഫുകളിൽ നിന്നാണ്. അങ്ങനെയുള്ള ഡേറ്റയാണ് നമ്മൾ ഗ്രാഫ് ഡേറ്റ എന്ന് പറയുന്നത്. വാട്ട് ക്യാൻ യു ഡു വിത്ത് ദ ഡേറ്റ? സപ്പോസ് you are a search engine. You have a toolbar log consisting of this one, each with user ID and a timestamp. What information would you like to get out of the data? നിങ്ങൾ ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ആഡുകളിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രഡിക്ഷൻ സംഭവിക്കണം, ആൻഡ് റീഫോമുലേഷൻസിൻ്റെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് തരാൻ എന്തിനേ സാധിക്കുള്ളൂ? ഡേറ്റ മൈനിങ്ങിന് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളൊരു സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഓണറാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. വൈ ഡേറ്റ മൈനിങ്? ദ ഡേറ്റ ഹാസ് ബിക്കം കീ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പനീസ്. പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇൻഫോർമേഷനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സോഴ്സ്. സോ ഇൻഫോർമേഷൻ ഇല്ലാതെ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ മൈനിങ്ങും അത്രമാത്രം ഇമ്പോർട്ടൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ടു എക്സ്ട്രാക്ട് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ഔട്ട് ഓഫ് റോ ഡേറ്റ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് റോ ഡേറ്റയായി കിട്ടുന്നതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന ഇൻഫോർമേഷൻ എക്സ്ട്രാക്റ്റ് ചെയ്യുക. എന്തുകൊണ്ടാണത് വെറും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഡേറ്റ മൈനിങ്ങിലേക്ക് പോയത്? സിമ്പിൾ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സൈസ് ഓഫ് ദ ഡേറ്റ ആൻഡ് ഡയമെൻഷൻ ഓഫ് ദ ഡേറ്റ. സോ the amount and the complexity of the data നമ്മളെ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസുകളിൽ നിന്നും, ദാറ്റ്സ് മാനുവൽ പ്രോസസ്സിങ്ങിൽ നിന്നും എന്തെങ്കിലും ഒരു അൽഗോരിതം ചെയ്ത് പ്രോസസ്സ് ചെയ്യേണ്ട നിലയിലേക്ക് എത്തിക്കുകയാണ്. സോ അതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഡേറ്റ മൈനിങ്. വാട്ട് ഇസ് ഡേറ്റ മൈനിങ്? കൺക്ലൂഷനായി നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഡേറ്റ മൈനിങ് ഈസ് ദ അനാലിസിസ് ഓഫ് often large observational data sets to find unsuspected relationship and to summarize the data in a novel way that are both understandable and useful to data analysts. The data mining is the discovery of models for data. And following examples, these are the two definitions. I have given the names in the bracket who have explained these definitions. I have already told you that data mining is a part of KDD, that is knowledge discovery process. Knowledge discovery process എന്നാൽ ഡേറ്റയിൽ നിന്നും നോളജ് ഡിസ്കവർ ചെയ്യുന്നതിനുള്ള വിശാലമായൊരു പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ പ്രത്യേക ഡേറ്റ മൈനിങ് രീതികളുടെ ഉയർന്ന തലത്തിലുള്ള ഉപയോഗത്തിന് എംഫസിസ് നൽകുന്ന യാന്ത്രിക പഠനം, പാറ്റേൺസ് തിരിച്ചറിയൽ, ഡേറ്റാബേസുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ വിദഗ്ധ സംവിധാനങ്ങൾക്കായുള്ള അറിവ് സമ്പാദിക്കൽ, ഡേറ്റ വിഷ്വലൈസേഷൻ എന്നിവയിലെല്ലാം ഗവേഷകർക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത്? KDD ആണ്. വലിയ ഡേറ്റാബേസുകളുടെ പശ്ചാത്തലത്തിൽ ഡേറ്റയിൽ നിന്ന് അറിവ് വേർതിരിച്ചെടുക്കുക തന്നെയാണ് KDD പ്രക്രിയയുടെ ഏകീകൃത ലക്ഷ്യം. അളവുകളുടെയും പരിധികളുടെയും സവിശേഷതയ്ക്കനുസരിച്ച് അറിവുള്ളവയെ വേർതിരിച്ചെടുക്കാൻ, തിരിച്ചറിയാൻ ഡേറ്റ മൈനിങ് രീതികൾ അഥവാ അൽഗോരിതംസ് ആണ് ഉപയോഗിച്ചു വരുന്നത്. ആവശ്യമായ ഡേറ്റാബേസ് ഉപയോഗിച്ച് ആ ഡേറ്റാബേസിൻ്റെ ആവശ്യമായ പ്രീ പ്രോസസ്സിംഗ്, സബ് സാമ്പിളിംഗ്, പരിവർത്തനങ്ങൾ എന്നിവ അതിൻ്റെ പ്രോസസ്സ് ഭാഗങ്ങളാണ്. എന്നിവയൊക്കെ നടത്തിയാണ് ഇവ ഈ യുദ്ധത്തിലേക്ക് എത്തുന്നത്.
എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും? ബിസിനസ് ഇടപാടുകൾ, ശാസ്ത്രീയമായ സയൻറ്റിഫിക് ഡേറ്റാസ്, സെൻസർ ഡേറ്റാസ്, പിക്ചേഴ്സ്, വീഡിയോസ് മുതലായവയിൽ നിന്ന് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിവരങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ലഭ്യമായ വിവരങ്ങളുടെ സത്ത എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ളതും സ്വയം റിപ്പോർട്ട് സൃഷ്ടിക്കാൻ കഴിയുന്നതുമായ ഒരു സിസ്റ്റമാണ് നമുക്ക് ആവശ്യം. മികച്ച തീരുമാനമെടുക്കുന്നതിനുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റയുടെ സംഗ്രഹമാണ് നമുക്ക് വേണ്ടുന്നത്. The outline of the steps of a KDD process has shown in the following figure. The overall process of finding and interpreting the patterns from the data involves the repeated application of the following steps. The first one, databases, that is knowledge base. തിരയലിനെ, സെർച്ചിനെ ഹെൽപ്പ് ചെയ്യാനോ ഫലമുണ്ടാകുന്ന പാറ്റേണുകളുടെ താൽപ്പര്യത്തെ വിലയിരുത്താനോ ഉപയോഗിക്കുന്ന ഡൊമൈൻ പരിജ്ഞാനമാണിത്. അത്തരം അറിവുകൾക്ക് കൺസെപ്റ്റ് ശ്രേണികൾ ഉൾപ്പെടുത്താം. ആട്രിബ്യൂട്ടുകൾ ഓർഗനൈസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മൂല്യങ്ങളെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നതിനോ ഉപയോഗിക്കാം. ഒരു പാറ്റേണിൻ്റെ അപ്രതീക്ഷിതയെ അടിസ്ഥാനമാക്കി അതിൻ്റെ താൽപ്പര്യത്തെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന കൺസ്യൂമർ വിശ്വാസങ്ങൾ പോലുള്ള അറിവും ഉപയോഗപ്പെടുത്താം. ഡൊമെയിൻ പരിജ്ഞാനത്തിൻ്റെ മറ്റുദാഹരണങ്ങളെന്ന് പറഞ്ഞാൽ അധിക താൽപ്പര്യം പരിധികളില്ലെങ്കിൽ ഒന്നിലധികം വൈവിധ്യമാർന്ന ഉറവിടങ്ങളിൽ നിന്നുള്ള മെറ്റാഡേറ്റ നമുക്ക് ശേഖരിക്കാൻ പറ്റും. Developing an understanding of the application of domain relevant to prior knowledge and the goals of the end user. Creating a target data set. Selecting a data set or focusing on a subset of variables or data samples which discovery is to be performed. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്ലീനിങ് അല്ലെങ്കിൽ പ്രീ പ്രോസസ്സിംഗ് ആണ്. റിമൂവൽ ഓഫ് നോയ്സ് ഓർ ഔട്ട്ലയേഴ്സ്, കളക്ടിങ് നെസസറി ഇൻഫർമേഷൻ ടു മോഡൽ ഓർ എമൗണ്ട് ഓഫ് നോയ്സ്, സ്ട്രാറ്റജീസ് ഫോർ ഹാൻഡ്ലിംഗ് മിസ്സിംഗ് ഡേറ്റ ഫീൽഡ്സ്, അക്കൗണ്ടിങ് ഓഫ് ടൈം സീക്വൻസ് ഇൻഫർമേഷൻ ആൻഡ് നോൺ ചേഞ്ചസ്. ഇത് വെയർ ഹൗസിംഗ് ഡേറ്റ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ് വെയർ ഹൗസിംഗ് ഡേറ്റ. പക്ഷേ ഞാനിവിടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഹെൽപ്പിന് വേണ്ടിയിട്ട് സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി സംയോജിതമായി സമയത്തെ ബാധകമാക്കി അസ്ഥിരമല്ലാത്ത ഡേറ്റ ശേഖരണം എന്നാണ് ഡേറ്റ വെയർ ഹൗസിംഗ്. ദാറ്റ് ഈസ് ഡേറ്റ വെയർ ഹൗസിംഗ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് finding useful features to represent the data depending on the goal of the task, using dimensionality reduction transformation methods to reduce the effective number of variables under consideration or to find invariant representation of the data. Next is the important, that is data mining. Data mining in itself, firstly you have to choose a data mining task, and next you have to choose a data mining algorithm, and final you have to conduct the data mining. Data mining സിസ്റ്റത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ക്യാരക്ടറൈസേഷൻ, അസോസിയേഷൻ ആൻഡ് കോറിലേഷൻ അനാലിസിസ്, ക്ലാസിഫിക്കേഷൻ, പ്രെഡിക്ഷൻ, ക്ലസ്റ്റർ അനാലിസിസ്, ഔട്ട്ലെയർ അനാലിസിസ് ആൻഡ് എവല്യൂഷൻ അനാലിസിസ് തുടങ്ങിയ ഒരുപാട് ജോലികളാണ് നമുക്ക് എന്തിനുള്ളത്, ഈ അനാലിസിസുകൾക്കായിട്ടുള്ളത്. ഡിസൈഡിങ് വെദർ ദ ഗോൾ ഓഫ് ദ പ്രോസസ് ഈസ് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്, ഇതിലേതാണ് എന്ന് ഡിസൈഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ടാസ്ക്. സെക്കൻഡ് വൺ, സെലക്ടിങ് the method to be used for the searching for patterns in the data, deciding which model and parameters may be appropriate, matching a particular data mining method with the overall criteria for the mining process. Last, the mining itself is going on, that is searching for patterns of interest in a particular representational form or a set of such representations as classification rules of trees, regression, clustering and so forth. The last step is user interface as pattern evaluation module and user interface, that is interpreting the mined
പാറ്റേൺസ്. രസകരമായ പാറ്റേണുകളിലേക്ക് തിരയൽ കേന്ദ്രീകരിക്കുന്നതിനായി ഡേറ്റ മൈനിങ് മൊഡ്യൂളുകളുമായി സംവദിക്കുന്ന രസകരമായ ഘടകങ്ങൾ, ഈ ഘടകം സാധാരണ ഉപയോഗിച്ച് വരുന്നതുകളായിരിക്കണം. കണ്ടെത്തിയ പാറ്റേണുകൾ ഫിൽറ്റർ ചെയ്യുന്നതിന് ഇത് താൽപ്പര്യപരിധിയിൽ ഉപയോഗിച്ച് ചെയ്യാം. പകരമായി ഉപയോഗിച്ച ഡേറ്റ മൈനിങ് രീതി നടപ്പിലാക്കുന്നതിനെ ആശ്രയിച്ച് പാറ്റേൺ മൂല്യനിർണ്ണയ മൈനിങ് മൊഡ്യൂളുകൾ സംയോജിപ്പിച്ച് കാര്യക്ഷമമായ ഡേറ്റ മൈനിങ്ങിനായി തിരയൽ രസകരമായ പാറ്റേണുകൾ മാത്രം പരിമിതപ്പെടുത്തുന്നതിനായി പാറ്റേൺ താൽപ്പര്യത്തിൻ്റെ വിലയിരുത്തലിനെ ഖനനപ്രക്രിയയിലേക്ക് കഴിയുന്നത്ര ആഴത്തിൽ എത്തിക്കണം. സോ ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് നിങ്ങൾക്ക് കിട്ടിയ മൈനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഡേറ്റയെ നിങ്ങൾക്ക് തന്നെ അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എല്ലാ കാലവും എല്ലാവർക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു സാധാരണ മനുഷ്യന് സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് കൂടി അത് മനസ്സിലാകുന്നതും എന്നാൽ രസകരമാകുന്നതും എന്നാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നതുമായ ഫോമിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പാറ്റേൺ ഇവാലുവേഷൻ മൊഡ്യൂളിൻ്റെ പ്രധാന ഉദ്ദേശം. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ ഈസ് യൂസർ ഇൻ്റർഫേസ്, അതാ കൺസോൾട്ടേറ്റിംഗ് ദ ഡിസ്കവേർഡ് നോളജ്. ഇത് ഉപയോക്താക്കളും ഡേറ്റ മൈനിങ് സിസ്റ്റവും തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പാണ്. ഒരു ഡേറ്റ മൈനിങ് ചോദ്യമോ ചുമതലയോ വ്യക്തമാക്കിക്കൊണ്ട് സിസ്റ്റവുമായി സംവദിക്കാൻ ഉപഭോക്താവിനെ അനുവദിക്കുകയാണ്. തിരയൽ നിങ്ങളൊരു സെർച്ചിന് കൊടുത്താൽ വിവരങ്ങൾ നൽകുകയും ഇൻ്റർമീഡിയറ്റ് ഡേറ്റ മൈനിങ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡേറ്റ മൈനിങ് നടത്തുകയും ചെയ്യുന്നു. കൂടാതെ ഡേറ്റാബേസ്, ഡേറ്റ വെയർഹൗസ് സ്കീം അല്ലെങ്കിൽ ഡേറ്റ ബ്രൗസ് ചെയ്യാനും മൈനിങ് ചെയ്ത് പാറ്റേണുകൾ വിലയിരുത്താനും വ്യത്യസ്ത രൂപങ്ങളിൽ പാറ്റേണുകൾ ദൃശ്യവൽക്കരിക്കാനും ഈ ഘടകം നിങ്ങളെ ഉപകരിക്കുന്നുണ്ട്. ദ ടേം നോളജ് ഡിസ്കവറി ആൻഡ് ഡേറ്റ മൈനിങ് ആർ എക്സാക്ട്ലി ഡിസ്റ്റിങ്ക്റ്റ്. KDD refers to the overall process of discovering useful knowledge from the data. It involves the evaluation and possibly interpretation of the patterns to make the decision of what qualifies as knowledge. It also includes the choice of encoding schemes, pre-processing, sampling, and projection of the data prior to the data mining step. Whereas data mining refers to the application of algorithms for extracting patterns from the data without the additional steps of the KDD process. You can see that in the figure that a typical machine learning and statistical community is used for this KDD. ഡേറ്റ മൈനിങ് ടാസ്കുകൾ ആക്ച്വലി extracting important knowledge from a very large amount of data is crucial to organization for the processing of decision making. ഡേറ്റ മൈനിങ് ജോലികൾ കണ്ടെത്തേണ്ട പാറ്റേണുകൾ വ്യക്തമാക്കാൻ ഡേറ്റ മൈനിങ് പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റ മൈനിങ് ജോലികളെ 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ദാറ്റ് ഈസ് പ്രെഡിക്ഷൻ മെത്തേഡ്സ് എന്നും ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്സ് എന്നും. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് അറിവും രസകരമായ രൂപകൽപ്പന, ദാറ്റ് ഈസ് നിങ്ങൾ ഫിഗേഴ്സും ഗ്രാഫുകളൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ എന്നതാണ് ഡിസ്ക്രിപ്ഷൻ മെത്തേഡ്. വേറാസ് ഡേറ്റയിൽ നിന്നുള്ള പാറ്റേണുകൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിന് ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഡേറ്റയിൽ നിന്ന് പ്രാരംഭഘട്ടത്തിൽ ഈ പാറ്റേണുകൾ പൊതുവെ കാണാൻ പറ്റില്ല, പക്ഷേ യഥാർത്ഥത്തിൽ ഉപയോഗമാണ്. ഡേറ്റ മൈനിങ് നിരവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഏരിയയുടെയും മൈനിങ് ചെയ്യേണ്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം തരം പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാം. ഈ പ്രവർത്തനക്ഷമത ഉപയോഗിച്ച് അസോസിയേഷൻ, ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ, ഡീവിയേഷൻ അനാലിസിസ്, പ്രഡിക്ഷൻ തുടങ്ങിയ വിവിധ തരം അറിവുകൾ നമുക്ക് മൈൻ ചെയ്തെടുക്കാം. ഡേറ്റ മൈനിങ് ഉപയോഗക്ഷമത സമർത്ഥവും വിപുലവുമാണ്. ഇതിന് നിരവധി ആപ്ലിക്കേഷനുകളും ഏരിയാസും കിട്ടും. ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, ക്ലസ്റ്ററിംഗ്, വർഗീകരണം, പതിവ് ക്ലാസിഫിക്കേഷൻ, പതിവ് സീക്വൻഷ്യൽ പാറ്റേൺ മൈനിങ്, ക്യാരക്ടറൈസേഷൻ തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളും ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് ചുവടെ കാണാൻ പറ്റും.
These are the basic tasks in the data mining. Basic data mining is രണ്ട് തരത്തിൽ, പ്രഡിക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. പ്രഡിക്റ്റീവിനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ആവാം, റിഗ്രഷൻ ആവാം, ടൈം സീരീസ് ആവാം, വെറും പ്രഡിക്ഷൻ മാത്രമാവാം. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ക്ലസ്റ്ററിങ് ആവാം, സമ്മറൈസേഷൻ ആവാം, അസോസിയേഷൻ ആവാം, സീക്വൻസ് ഡിസ്കവറി ആവാം. ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു പോവാണ്. ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ, ക്ലസ്റ്ററിങ് ടെക്നിക്ക് എന്ന് വെച്ചാൽ ഡേറ്റ മൈനിങ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പഴയ സാങ്കേതിക വിദ്യകളിലൊന്നാണ് ക്ലസ്റ്ററിങ്. പൊതുവായ സവിശേഷതകൾ പങ്കിടുന്ന ഡേറ്റയുടെ ഭാഗങ്ങളിൽ നിന്ന് ഗ്രൂപ്പുകൾ നിർമ്മിക്കുക എന്നതാണ് ക്ലസ്റ്ററിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. ഡേറ്റകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും സമാനതകളും തിരിച്ചറിയാൻ ക്ലസ്റ്ററിങ് സഹായിക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിലെ ഓരോ കൂട്ടം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡേറ്റ ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നതാണ് ക്ലസ്റ്ററിങ്. ഈ ഒബ്ജക്റ്റുകൾ മറ്റ് ഗ്രൂപ്പിലുള്ള അല്ല ക്ലസ്റ്ററുകളേക്കാൾ പരസ്പരം സമാനമാണ്, ചില അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊന്ന്. മെഷീൻ ലേണിംഗ്, പാറ്റേണുകൾ തിരിച്ചറിയൽ, സെർച്ചിങ്, ബയോ ഇൻഫോർമാറ്റിക്സ്, ഇമേജ് പ്രോസസ്സിംഗ്, എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ നമുക്ക് ക്ലസ്റ്ററിങ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നിരവധി ഇനങ്ങൾ വിൽപ്പനയ്ക്കുള്ള ഒരു ഷോപ്പിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം. ഉപഭോക്താവിന് ആവശ്യമായ ഇനം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ഈ ഇനങ്ങൾ എങ്ങനെ സൂക്ഷിക്കാമെന്നതാണ് വെല്ലുവിളി. ക്ലസ്റ്ററിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചില ഇനങ്ങൾ ഒരു കോണിൽ സൂക്ഷിക്കാം, മറ്റൊരു കോണിൽ ചില സമാനതകളും മറ്റിനങ്ങളും ചില വ്യത്യസ്ത സമാനതകളും ഉണ്ടാവും. ഓരോ കോർണറിലും നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കാണുന്ന കാര്യം, ഓരോ സൂപ്പർ മാർക്കറ്റിൽ ഒരു ഐറ്റംസ് എല്ലാം തന്നെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ഇരിക്കുക, വേറൊരു ഗ്രൂപ്പായിട്ട് വേറെ കുറേ അതൊക്കെയെല്ലാം ഒരു ഗ്രൂപ്പായിരിക്കുന്ന ഐറ്റങ്ങൾക്കെല്ലാം ഒരു സമാന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഓരോ ക്ലാസ്സിലുള്ള വസ്തുക്കളെ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഒരു കൂട്ടമാണ് ഒരു ക്ലസ്റ്റർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സമാന വസ്തുക്കളെ ഒരു ക്ലസ്റ്ററിലും സമാനമില്ലാത്ത വസ്തുക്കളെ മറ്റൊരു ക്ലസ്റ്ററുമായി തരംതിരിക്കുന്നു. ഘടനയില്ലാത്ത ഡേറ്റയിൽ നിന്ന് സമാന ഗ്രൂപ്പുകളെ തിരിച്ചറിയുകയാണ് ക്ലസ്റ്ററിംഗ്. ഒരു കൂട്ടം ഒബ്ജക്റ്റുകൾ മറ്റ് ഗ്രൂപ്പിലുള്ളതിനേക്കാൾ പരസ്പരം സാമ്യമുള്ള രീതിയിൽ ഒരു കൂട്ടം വസ്തുക്കളെ ഗ്രൂപ്പ് ചെയ്യുന്ന ജോലിയാണ് ക്ലസ്റ്ററിംഗ്. ക്ലസ്റ്ററുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റുകൾക്ക് അവയുടെ അനുബന്ധ ക്ലസ്റ്ററുകൾ എന്ന ലേബൽ ചെയ്യപ്പെടും. കൂടാതെ ക്ലസ്റ്ററുകളിലെ ഒബ്ജക്റ്റുകളുടെ പൊതു സവിശേഷതകൾ കണ്ടുപിടിച്ച് ഒരു വിവരണം ഉണ്ടാക്കുന്നു. ഒരു ബാങ്ക് ഉപഭോക്താവിന് അവരുടെ വരുമാനം, പ്രായം, ലിംഗം, താമസ സ്ഥലം മുതലായവയുടെ സമാനത അടിസ്ഥാനമായി നിരവധി ഗ്രൂപ്പുകളിലേക്ക് ക്ലസ്റ്റർ ചെയ്യാം. കൂടാതെ ഈ ഒരു ഗ്രൂപ്പിലെ ഉപഭോക്താക്കളുടെ കമാൻഡ് സവിശേഷതകൾ ആ ഉപഭോക്താക്കളുടെ ഗ്രൂപ്പിനെ വിവരിക്കാൻ ഉപയോഗിക്കാം. ഇത് ഉപഭോക്താക്കളെ നന്നായി മനസ്സിലാക്കുന്ന സാലറീഡ് നോട്ട് സാലറീഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്നിവ ബാങ്കുകൾക്ക് സേവനം നൽകാനൊക്കെ സഹായിക്കും. Clustering analysis is used in many applications such as market research, pattern recognition, data analysis and image processing. It helps the marketers discover distinct groups in their consumer base, and they can characterize their customers groups based on purchasing items. Clustering helps to classify documents on the web or information discovery at late detection. As a data mining function, clustering analysis serves as a tool to gain insight into the distribution of data, observe characteristics of each cluster. Clustering പല methods ഉണ്ട്, അതെല്ലാം ഡീപ്പായിട്ട് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. സോ നെക്സ്റ്റ് ഇസ് അസോസിയേഷൻ ടെക്നിക്. ഒരു ഇടപാടിൻ്റെ രണ്ടോ അതിലധികമോ ഇനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ അടിസ്ഥാനമാക്കി വലിയ ഡേറ്റയിൽ നിന്ന് പാറ്റേൺ കണ്ടെത്താൻ അസോസിയേഷൻ ടെക്നിക് സഹായിക്കുന്നുണ്ട്. മാർക്കറ്റ് സ്റ്റഡീസ് ചെയ്യുമ്പോൾ അസോസിയേഷൻ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ആളുകളുടെ വാങ്ങൽ ശീലങ്ങളെ വിശകലനം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അസോസിയേഷൻ വേരിയബിളുകളോ ഓബ്ജക്ട്സോ തമ്മിലുള്ള ബന്ധത്തിനായി തിരയുന്നു. മറ്റൊരു കൂട്ടം വസ്തുക്കളുടെ രൂപം, മാർക്കറ്റിംഗ്, കമ്മോഡിറ്റി മാനേജ്മെൻറ്റ്, പരസ്യം ചെയ്യൽ എന്നിവയ്ക്ക് അസോസിയേഷൻ നിയമങ്ങൾ ഉപയോഗപ്രദമാണ്. വലിയ ഡേറ്റാബേസുകളിലെ വേരിയബിളുകൾ തമ്മിലുള്ള രസകരമായ ബന്ധം കണ്ടെത്തുന്നതിനുള്ള ജനപ്രിയവും നന്നായി ഗവേഷണം നടക്കുന്നതുമായ ഒരു രീതിയാണ് അസോസിയേഷൻ റൂൾ നേടി. വ്യത്യസ്ത അളവിലുള്ള താൽപ്പര്യം ഉപയോഗിച്ച് ഡേറ്റാബേസുകൾ കണ്ടെത്തിയ ശക്തമായ നിയമങ്ങൾ തിരിച്ചറിയുന്നതിനും അവതരിപ്പിച്ച ശക്തമായ നിയമങ്ങളെ ആശ്രയത്തെ അടിസ്ഥാനമാക്കി പോയിൻ്റ് ഓഫ് സെയിൽസ് റെക്കോർഡ് ചെയ്ത് വലിയ തോതിലുള്ള ഇടപാട് ഡേറ്റ ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള
കണ്ടെത്തുന്നതിനൊക്കെ അസോസിയേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിലെ വിൽപ്പന ഡേറ്റയിൽ കണ്ടെത്തി ഉള്ളി, ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് എന്നിവ ഒരുമിച്ച് വാങ്ങുകയാണെന്ന്. അപ്പോൾ അവ തമ്മിൽ രസകരമായ ഒരിത് അത് എന്താണ് ഒരു ഇതാണ്. അത്തരം വിവരങ്ങൾ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. യു മൈറ്റ് ഐഡൻറ്റിഫൈ ദാറ്റ് എ കസ്റ്റമർ always buys ice cream whenever he comes to watch a movie. So it might be possible that when customer again comes to watch movie, he might also want to buy ice cream again. Okay. So next is the classification technique. Data mining technique ആണ് classification technique. തരംതിരിക്കൽ, അജ്ഞാതരേഖകൾ പ്രവചിക്കാൻ ഞങ്ങൾ തീരുമാന വീക്ഷണം, ന്യൂറൽ നെറ്റ്വർക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവ പോലുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഡേറ്റയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നേടാൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. മുൻ നിശ്ചയിച്ച ക്ലാസ്സുകളിലുള്ള ഡേറ്റയിൽ നിന്നും മോഡലുകൾ നിർമ്മിക്കുന്നതിന് ഈ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ക്ലാസിഫിക്കേഷൻ അറിയാത്ത പുതിയ ഉദാഹരണങ്ങളെ തരംതിരിക്കാൻ മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. മോഡൽ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളെ പ്രാക്ടിക്കൽ ഡേറ്റ എന്ന് വിളിക്കുന്നു. ഭാവിയിലെ ഡേറ്റ തിരിച്ചറിയുന്നതിന് വേണ്ടി എടുക്കുന്ന തരത്തിലുള്ള തരംതിരിയൽ രീതി അടിസ്ഥാനമാക്കിയാണ് ഒരു തീരുമാന വീക്ഷണം അല്ലെങ്കിൽ തരംതിരിക്കൽ നിയമം. ഉദാഹരണത്തിന് കമ്പനിയിലെ സമാന ജീവനക്കാരുടെ ശമ്പളം ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ജീവനക്കാരുടെ സാധ്യതയുള്ള ശമ്പളം തീരുമാനിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കൂട്ടം റെക്കോർഡുകൾ ഉണ്ടെന്ന് കരുതുക. ഓരോ റെക്കോർഡിലും ഒരു കൂട്ടം ആട്രിബ്യൂട്ടുകൾ അടങ്ങിയിരിക്കുന്നു. ഈ ആട്രിബ്യൂട്ടുകളെ ആശ്രയിച്ച് നിങ്ങൾക്ക് കാണാത്തതോ അറിയാത്തതോ ആയ റെക്കോർഡുകൾ പ്രവചിക്കാൻ കഴിയും. ഉദാഹരണത്തിന് കമ്പനിയിൽ നിന്ന് പുറത്തുപോയ ജീവനക്കാരുടെ എല്ലാ രേഖകൾക്കും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഭാവിയിൽ ആരാണ് കമ്പനി ഉപേക്ഷിക്കുകയെന്ന് പ്രവചിക്കാൻ പറ്റും. That is, classification is a learning rule that can be applied to a new data and will typically include the following steps: pre-processing data, designing, modeling, learning, selection, and validation. Classification predicts categorical continuous valid function. Classification is the deviation of model which determines the class of an object based on its attribute. A set of object is given as training set in which every object is represented by vector of attributes along with its class. By analyzing the relationship between the attributes and the class of objects in the training set, classification model can be constructed. Sequential pattern. Sequential patterns are useful method for identifying trends in similar patterns. For example, in a customer data, you identify that a customer buys a particular product on a particular time of year. You can use the information to suggest customer this particular product on that time of year. And summarization and regression, that both you have already know what is it, so I don't explain this. What are the major issues in the data mining? Data mining, different kinds of knowledge in the database, that makes a issue for the data mining. വ്യത്യസ്ത ഉപഭോക്താക്കളുടെ ആവശ്യം സമാനമല്ല. വ്യത്യസ്ത ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള അറിവുകളിലായിരിക്കും താല്പര്യമുണ്ടാകുക. അതിനാൽ ഡേറ്റ മൈനിങ് വിശാലമായ അറിവ് കണ്ടെത്തൽ എന്നൊരു ചുമതല വഹിക്കേണ്ടത് വരും. ഇൻട്രാക്റ്റീവ് മൈനിങ് ഓഫ് നോളജ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനാണ് അടുത്തൊരു പ്രശ്നം വരുന്നത്. ഡേറ്റ മൈനിങ് പ്രക്രിയ സംവേദനാത്മകമായിരിക്കേണ്ടതുണ്ട്. കാരണം ഇത് പാറ്റേണുകൾക്കായുള്ള തിരയൽ ഫോക്കസ് ചെയ്യുന്നതിനും മടങ്ങിയെത്തിയ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡേറ്റ മൈനിങ് അഭ്യർത്ഥനകൾ നൽകുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഉപഭോക്താക്കളെ അനുവദിക്കണം. കണ്ടെത്തൽ പ്രക്രിയയെ നയിക്കാനും കണ്ടെത്തിയ പാറ്റേണുകൾ പ്രകടിപ്പിക്കാനും പശ്ചാത്തല അറിവ് ഉപയോഗിക്കാം. കണ്ടെത്തിയ പാറ്റേണുകൾ സംക്ഷിപ്തമായി മാത്രമല്ല ഒന്നിലധികം തലത്തിലുള്ള പ്രകടിപ്പിക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ഇൻകോർപ്പറേഷൻ ഓഫ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇസ് ഓൾസോ ഹൗ ടു കൺസിഡർ. താൽക്കാലിക മൈനിങ് ജോലികൾ വിവരിക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഡേറ്റ മൈനിങ് അന്വേഷണ ഭാഷ ഒരു ഡേറ്റ വെയർഹൗസ് അന്വേഷണ ഭാഷയെ സംയോജിപ്പിക്കുകയും കാര്യക്ഷമവും വഴക്കമുള്ളതുമായ ഡേറ്റ മൈനിങ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുകയും വേണം. ഡേറ്റ മൈനിങ് ഫലങ്ങളുടെ അവതരണവും ദൃശ്യവൽക്കരണവും പാറ്റേണുകൾ കണ്ടെത്തിയത് കഴിഞ്ഞാൽ അത് ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ വിഷ്വൽ പ്രാതിനിധ്യങ്ങളിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. സാധാരണക്കാരന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഭാഷകളിൽ. ഈ പ്രാതിനിധ്യം ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും
ഗൗരവമുള്ള അല്ലെങ്കിൽ അപൂർണമായ ഡേറ്റ കൈകാര്യം ചെയ്യുന്നതും സൂക്ഷിച്ചു വേണം. ഡേറ്റ പതിവ് മൈനിങ് ചെയ്യുമ്പോൾ ശബ്ദം, അപൂർണമായ വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഡേറ്റ ക്ലീനിങ്ങുകൾ ആവശ്യമാണ്. ഡേറ്റ ക്ലീനിങ് രീതികൾ ഇല്ലെങ്കിൽ കണ്ടെത്തിയ ഡേറ്റകളുടെ കൃത്യത വളരെ മോശമായിരിക്കും. ഇത് പ്രശ്നത്തിൻ്റെ വിരസതയെ സൂചിപ്പിക്കുന്നു. കണ്ടെത്തിയ പാറ്റേണുകൾ രസകരമായിരിക്കണം, കാരണം അവ പൊതുവായ അറിവിനെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ പുതുമയില്ല. ഡേറ്റാബേസുകളിലെ വലിയ അളവിലുള്ള ഡേറ്റയിൽ നിന്ന് വിവരങ്ങൾ ഫലപ്രദമായി എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് ഡേറ്റ മൈനിങ് അൽഗോരിതം കാര്യക്ഷമവും അളക്കാവുന്നതുമായിരിക്കണം. വലിയ അളവിലുള്ള ഡേറ്റ മൈനിങ് രീതികളുടെ സങ്കീർണത തുടങ്ങിയ ഘടകങ്ങൾ സമാന്തരവും വിതരണം ചെയ്തതുമായ ഡേറ്റ മൈനിങ് അൽഗോരിതം വികസിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. ഈ അൽഗോരിതം ഡേറ്റയെ പാർട്ടീഷനുകളായി വിഭജിക്കുന്നു, അത് സമാന്തരമായി പ്രോസസ്സ് ചെയ്യുന്നു. പാർട്ടീഷനിൽ നിന്നുള്ള ഫലങ്ങൾ വർദ്ധിച്ചു വരുന്ന അൽഗോരിതംസ് ഡേറ്റ വീണ്ടും ആദ്യം തന്നെ സ്വന്തമാക്കാതെ ഡേറ്റാബേസുകളെ അപ്ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡേറ്റ മേ ബി മൈനിങ് മെത്തഡോളജി മൂലം മെത്തഡോളജിയിൽ വരുന്ന ഇഷ്യൂസാണ് മൈനിങ് വേരിയസ് ആൻഡ് ന്യൂ കൈൻഡ്സ് ഓഫ് നോളജ്, മൈനിങ് നോളജ് ഇൻ മൾട്ടി ഡയമെൻഷണൽ സ്പേസ്, ഇൻ്റർ ഡിസിപ്ലിനറി എഫേർട്ട് ഉണ്ടാവുക, ബൂസ്റ്റിംഗ് എ പവർ. ദാറ്റ് ഇസ് ഒരു ഡേറ്റകൾ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ദാറ്റ് ഇസ് പുതിയ ഡേറ്റകൾ വരുമ്പോൾ പുതിയൊരു അൽഗോരിതം എഴുതാതെ തന്നെ പഴയ അൽഗോരിതം ഒന്നുകൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർപ്രിറ്റേഷൻ കിട്ടുന്ന രീതിയിലേക്ക് ഡേറ്റ മൈനിങ് പ്രോസസ്സിനെ മാറ്റിയെടുക്കേണ്ടതാണ്. ആസ് എ സമ്മറി, ഡേറ്റ മൈനിങ് discovering interesting patterns and knowledge from massive amount of data. A natural evolution of database technology in great demand with wide applications. A KDD process includes data cleaning, data integration, data selection, transformation, data mining, pattern evaluation, and knowledge representation. Mining can be performed in a variety of data. The data mining functionalities are explained, data mining technologies and application. The major issues of a data mining is also explained. Thank you.